കളിച്ചും ചിരിച്ചും കളിപ്പാട്ടങ്ങളോട് കൂട്ടുകൂടി കുട്ടിക്കുരുന്നുകൾ. കാസർഗോട്ടെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തയ്യാറാക്കിയ കളിക്കൂടാരമാണ് കുട്ടികളുടെ ആകർഷണ കേന്ദ്രമാകുന്നത്. വനിതകൾക്കായുള്ള ക്ഷേമ സേവന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനൊപ്പം സമീകൃത ആഹാരത്തിന്റെ പ്രാധാന്യം പങ്കുവെക്കുകയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ്. കേരളത്തിൽ അങ്കണവാടികൾ തുടങ്ങിയതിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള വിവിധ സേവനങ്ങളും ഉല്ലാസോപാധികളുമാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ സ്മാർട്ട് അങ്കണവാടികളുടെ മാതൃകയിലുള്ള പവലിയനാണ് കുട്ടികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം. മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ ശിശുവനിതാ സൗഹൃദമായ അന്തരീക്ഷം ജില്ലയിൽ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ അഭിമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. വനിതകൾക്കായുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും നിയമസഹായങ്ങളും കൗൺസിലിംഗും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾക്കായിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ വിവിധ സ്കീമുകൾ നടപ്പിലാക്കി വരുന്നു. സഹായഹസ്തം, ആരോഗ്യമില്ലാത്ത വനിതകൾക്ക്, വിധവകളായിട്ടുള്ള വനിതകൾക്ക് നമ്മൾ അത്യാവശ്യം ഒറ്റത്തവണ സഹായം 30,000 രൂപ വരെ നമ്മൾ കൊടുക്കും. അവർക്ക് അതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ സംരംഭം തുടങ്ങാനുള്ള അവസരം അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പടവുകൾ, ഉന്നത വിദ്യാഭ്യാസ സഹായം, ആശ്വാസം നിധി, നമ്മൾ അതിജീവിതകളായ സ്ത്രീകളും പെൺകുട്ടികളും അവർക്ക് ഉള്ള സാമ്പത്തിക സഹായം, അങ്ങനെ നൂതനങ്ങളായ ഒരുപാട് പദ്ധതികൾ നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിലൂടെ നടത്തി വരുന്നു. മാനസിക ഉല്ലാസത്തിനൊപ്പം ശാരീരികാരോഗ്യത്തിനും പ്രാധാന്യം നൽകിയാണ് വകുപ്പിന്റെ പ്രവർത്തനം. പോഷകാഹാരത്തിന്റെയും സമീകൃതാഹാരത്തിന്റെയും പ്രാധാന്യം രക്ഷിതാക്കളിലും കുട്ടികളിലും എത്തിക്കുകയാണ് ലക്ഷ്യം. പോഷകാഹാര പ്രദർശനം, അതായത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും വില കുറഞ്ഞതുമായ പോഷകമൂല്യമുള്ള വസ്തുക്കളെ കൊണ്ട് നമുക്ക് ഏറ്റവും ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നു. അതിൻ്റെ റെസിപ്പീസ് എല്ലാം ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കളിയുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുറത്തും പവലിയന് പുറത്തും നമ്മൾ കളിയുടെ ഒരുക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ്. അതിൽ നമ്മൾ 2 തരത്തിലുള്ള കുട്ടികളെ, അത് നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, അതുപോലെ തന്നെ പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ള കുഞ്ഞുങ്ങളും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ അച്ഛനും അമ്മയും പേരൻസ് ഇല്ലാത്ത മക്കളെ അവരെങ്ങനെ നമ്മൾ പുനരധിവസിപ്പിക്കാം, ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.